യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. യെരുശലേം ദേവാലയത്തിൽ വെച്ച് കർത്താവ് പരീശന്മാരോട് സംവാദിക്കുന്ന രംഗമാണ്. അതിന്റെ തുടർച്ചയാണ് 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 20 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിച്ചത്. 21 മുതലുള്ള വാക്യങ്ങൾ ഇന്ന് ചിന്തിക്കും. നമ്മൾക്ക് എല്ലാവർക്കും വളരെ പരിചിതവും ആവർത്തിച്ച് വായിക്കുന്നതുമായിരിക്കുന്ന വേദഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം. അതുകൊണ്ട് ഈ വിഷയങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. എന്നാൽ ഈ പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന വിഷയം, ആ വിഷയത്തിൽ നിന്ന് നമുക്ക് പ്രായോഗികമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ആ വിഷയത്തെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് ഒന്ന് സ്ട്രക്ചർ ചെയ്ത് നമ്മൾ അതിനെ ഒന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. കൂടാര പെരുന്നാളിലുള്ള ബന്ധത്തിൽ ദേവാലയത്തിൽ വന്ന കർത്താവ് പരീശന്മാരുമായിട്ട് തൻ്റെ അസ്തിത്വം, തൻ്റെ ഐഡന്റിറ്റി, താൻ ആരാണ് എന്നത് സംബന്ധിച്ച് സംവാദം നടത്തുന്നു, അവരോട് സംസാരിക്കുന്നു. അവരുടെ പ്രതികരണം അതെങ്ങനെയാണ് എന്നത് യോഹന്നാൻ വളരെ ഹൃദ്യമായിട്ട് നമുക്ക് വെളിപ്പെടുത്തുക. കർത്താവിനെ അംഗീകരിക്കുന്നതിൽ അവർക്കുണ്ടായിരുന്ന വൈമനസ്യം അതിൻ്റെതായിരിക്കുന്ന എല്ലാ അളവിലും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ആ വെളിപ്പെടുത്തി തരുമ്പോൾ അതിൻ്റെ പിന്നിൽ വ്യാപരിച്ച കാരണങ്ങൾ, എന്തുകൊണ്ടാണ് അവർക്ക് കർത്താവിനെ അംഗീകരിക്കുവാൻ കഴിയാതെ പോയത് എന്നുള്ള വിഷയവും ഓർപ്പിക്കുന്നു. നമ്മൾ 20-ാം വാക്യത്തിൽ വായിച്ചപ്പോൾ അവൻ ദൈവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ പണ്ടാര സ്ഥലത്ത് വെച്ച് ഈ വചനം പറഞ്ഞു, അവന്റെ നാഴിക അതുവരെയും വന്നിട്ടില്ല, അതുകൊണ്ട് ആരും അവനെ പിടിച്ചില്ല. ഇപ്പൊ നാഴിക വന്നിട്ടില്ല എന്നുള്ള ഒരു പ്രയോഗം കൂടെ ആവർത്തിച്ച് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി താൻ വന്ന നിയോഗം, താൻ പിടിക്കപ്പെടും എന്നുള്ള ഒരു വിഷയമുണ്ട്. അത് ശരിയായ നിലയിൽ ഉൾക്കൊണ്ടിരിക്കുന്ന യോഹന്നാൻ എഴുതി വരുമ്പോൾ താൻ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, സമയമാകാത്തതുകൊണ്ട് താൻ പിടിക്കപ്പെട്ടില്ല എന്ന്. 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് അടുത്ത പാരഗ്രാഫ്. അവിടെ നമ്മൾക്ക് പ്രധാനമായിട്ട് 3-4 കാര്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. അവിടുത്തെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം കർത്താവ് ഇവിടെ എടുത്തു പറയുന്ന വിഷയം പാപത്തിൽ മരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ പാപത്തിൽ മരിക്കാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. നമ്മളതിൻ്റെ 21-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന പദപ്രയോഗവും അതിനെ വിശദമാക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന വാക്കും തമ്മിൽ അല്പം വ്യത്യാസമുണ്ടെന്ന സംഭവം ഒന്ന് തന്നെയാണ്. അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. കർത്താവ് ഈ സംഭാഷണത്തിൽ, പ്രത്യേകിച്ച് ഈ 8-ാം അധ്യായം മുതൽ കർത്താവ് സംസാരിക്കുന്ന വിഷയങ്ങളിൽ കർത്താവിന്റെ ടോണിന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. മുമ്പും ഇതേ വിഷയങ്ങളൊക്കെ തന്നെ കർത്താവ് പറഞ്ഞു. എന്നാൽ ഈ രംഗത്തേക്ക് വരുമ്പോഴത്തേക്കും, ഇനി മുന്നോട്ട് പോകുന്ന ഓരോ അധ്യായങ്ങളിലേക്ക് വരുമ്പോഴും കർത്താവിന്റെ സംസാരത്തിന് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് കർത്താവ് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനുമുമ്പ് കൃത്യമല്ലെന്നല്ല അതിന്റെ ആശയം. കാരണം കർത്താവ് പിടിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ മരണം ആസന്നമായിരിക്കുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് ഡയറക്റ്റ് ആവുന്നതിന് മുമ്പ് കർത്താവ് കൃത്യമായിട്ട് വിഷയങ്ങൾ പറഞ്ഞു വരുന്നുവെങ്കിലും ഇവിടെ കുറച്ചുകൂടെ ഘനതരമായിട്ട് പരീശന്മാരോട് കർത്താവ് ഇടപെടുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ഈ വേദഭാഗം നമ്മൾ 8-ന്റെ ഈ 21 മുതൽ അവസാനം വരെയുള്ള ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ 5 പ്രധാന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ കാണുന്നത്. ഒന്ന്, ആത്മീക അന്ധതയും ആത്മീക വെളിപ്പാടും. മനുഷ്യന്റെ ആത്മീക അന്ധതയ്ക്ക് ദൈവം ആത്മീക സത്യം വെളിപ്പെടുത്തുമ്പോൾ അതിന്റെ പ്രതികരണം, റിയാക്ഷൻസ്, ഇത് രണ്ടുമാണ് ഒരു വിഷയം. 2, പാപത്തിലുള്ള ജീവിതവും നിത്യജീവനും. ഈ വിഷയം ഈ വേദഭാഗത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ആത്മീക അന്ധത വേഴ്സ്, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആത്മീക വെളിപ്പെടുത്തൽ, ആത്മീക സത്യത്തിന്റെ വെളിപ്പെടുത്തൽ. രണ്ടാമത്തേത് പാപത്തിലുള്ള ജീവിതം, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് നിത്യജീവൻ. മൂന്നാമത്തെ വിഷയം ഉപരിപ്ലവമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ റിയൽ അല്ലാത്ത, അവര് വിശ്വാസമുണ്ടെന്ന് പറയുന്നു, പക്ഷെ അത് ഒറിജിനൽ വിശ്വാസമല്ല. ഉപരിപ്ലവമായ വിശ്വാസവും ശരിയായ വിശ്വാസവും തമ്മിലുള്ള അന്തരവും നമുക്ക് ഈ വേദഭാഗത്ത് കാണാം. ആത്മീക അടിമത്വം, ആത്മീക സ്വാതന്ത്ര്യം, ഈ വിഷയവും അവിടെയുണ്ട്. അതുപോലെ തന്നെ ആത്യന്തികമായിട്ട് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം, അല്ലെങ്കിൽ താൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, സ്വർഗീയ പിതാവുമായിട്ടുള്ള തൻ്റെ സമത്വവും ഐക്യതയും കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈ 5 വിഷയങ്ങളാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന്, മനുഷ്യന്റെ ആത്മീക അന്ധത,
അതിന്മേൽ ദൈവം കൊടുക്കുന്ന വെളിപ്പാട്. 2, മനുഷ്യന്റെ പാപത്തിലുള്ള ജീവിതം, അതിന്മേൽ ദൈവം കൊടുക്കുന്ന പ്രൊവിഷൻ നിത്യജീവൻ. 3, ഉപരിപ്ലവമായ വിശ്വാസമുണ്ടെന്ന് കാണിക്കുന്നു, പക്ഷെ റിയൽ ആയിട്ട് അവർക്ക് വിശ്വാസമില്ല. അപ്പം ഉപരിപ്ലവമായ വിശ്വാസവും ശരിയായ വിശ്വാസവും തമ്മിലുള്ള അന്തരം. ആത്മീക അടിമത്വം, ആത്മീക സ്വാതന്ത്ര്യം. ഇത്രയും വിഷയങ്ങളാണ് ഈ പോർഷനിൽ അല്ലെങ്കിൽ 8-ാം അധ്യായത്തിന്റെ 21 മുതൽ ലാസ്റ്റ് വരെയുള്ള വാക്യങ്ങളിൽ 59-ാം വാക്യം വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. നമ്മളിപ്പോൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് 21 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പ്രധാനമായിട്ടും 21-ാം വാക്യം നമ്മൾ വായിച്ചു. കർത്താവ് പറഞ്ഞ 22-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. ഈ പാരഗ്രാഫിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം അതാണ്. ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. ഈ ഞാൻ പോകുന്ന ഇടം ഏതാണ്? അതാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. ഞാൻ പോകുന്ന ഇടം നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ സ്വർഗമാണ്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് വന്നു, ഉയരത്തിൽ നിന്ന് വന്നു എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. അപ്പം കർത്താവ് വന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ കർത്താവ് പോകുന്ന സ്ഥലത്തേക്ക് ഈ പരീശന്മാർക്ക് പോകുവാനായിട്ട് കഴിയുന്നില്ല. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. അപ്പൊ സ്വർഗത്തിൽ പോകുന്നതിന് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ വേദഭാഗത്ത് ഈ പാരഗ്രാഫിൽ പറയുന്നത്. എന്താണ് തടസ്സം അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ 2 കാര്യങ്ങളും അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ വിഷയം, സ്വർഗത്തിൽ പോകുന്നതിന് ആവശ്യമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ദൈവം ആരെന്ന് അറിയണം. ഇവർക്ക് എന്തുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്? ഇവർക്ക് ദൈവത്തെ അറിയത്തില്ല, അതാണ് ഇവരുടെ പ്രശ്നം. അതുകൊണ്ട് നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവം ആരെന്ന് അറിയണം. അത് ബ്രദറും വിശ്വാസികളെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് ദൈവത്തെക്കുറിച്ച് അറിയാമല്ലോ അല്ലേ? ഇത് നമ്മൾ ബ്രദറും വിശ്വാസികൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ഒരു വിഷയം. കാരണം നമുക്ക് ഈ പരീക്ഷന്മാരുടെ പ്രശ്നമാണ്, നമുക്കെല്ലാം അങ്ങ് അറിയാവുന്നൊരു ചിന്തയുണ്ട്, പക്ഷെ വാസ്തവത്തിൽ ദൈവം ആരാന്ന് നമുക്ക് അറിയില്ല. അതാണുള്ള സത്യം. അപ്പോൾ ഇവിടെ 19-ാം വാക്യം, 8-ാം അധ്യായം 19-ാം വാക്യത്തില് അവിടെ നമ്മൾ വായിക്കുന്നത്, അവർ അവനോട് നിന്റെ പിതാവ് എവിടെയെന്ന് ചോദിച്ചതിന് യേശു, നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെ ആകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. അപ്പോൾ കർത്താവ് വളരെ കൃത്യമായിട്ട്, നമ്മൾ 23 തൊട്ടുള്ള പാരഗ്രാഫ് വായിച്ചെങ്കിലും ആ ഇൻട്രഡക്ഷൻ പാർട്ടിൽ 22-ാം വാക്യത്തിൽ കർത്താവ് പറയുന്ന വിഷയത്തിന്റെ വിശദീകരണം കിടക്കുന്നത് 19-ാം വാക്യത്തിലാണ്. അല്ലെങ്കിൽ 19-ാം വാക്യത്തിൽ പറഞ്ഞ വിഷയത്തിന്റെ തുടർച്ചയായിട്ടാണ് 22-ാം വാക്യത്തിലേക്ക് കർത്താവ് വിഷയം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇവർ പറയുന്നത്, എന്നെ അറിഞ്ഞു എങ്കിൽ നിങ്ങൾ പിതാവിനെയും അറിയുമായിരുന്നു. എന്നെ നിങ്ങൾ അറിയാത്തത് കൊണ്ട് എൻ്റെ പിതാവിനെ നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ പരീശന്മാർക്ക് ദൈവത്തെ അറിയത്തില്ലേ? പരീശന്മാരുടെ ഏറ്റവും വലിയ അവകാശവാദം, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണ്, ഞങ്ങൾക്ക് ഒറ്റ പിതാവേ ഉള്ളൂ, അത് അത്യുന്നതനായ ദൈവമാണ്, ദൈവം ഞങ്ങളുടെ പിതാവാണ് എന്ന് ക്ലെയിം ചെയ്യുന്ന ആളുകളോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, നിങ്ങൾ എന്നെയും അറിയത്തില്ല. ദൈവത്തെ അറിയത്തില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. അപ്പൊ ഇതിനകത്ത് ശരിയായ വിഷയം, അബ്രഹാമിന്റെ സന്തതികളായിരിക്കുന്ന യഹൂദന്മാർക്ക്, പരീശന്മാർക്കും സദൂക്കന്മാർക്കും അറിയാം, ഇവര് യഹൂദ മത തീവ്രവാദികളാണ്. എന്ന് പറഞ്ഞാൽ മതത്തിന് വേണ്ടി ചാകാൻ പൗലോസാണല്ലോ. പൗലോസും പറയുന്നുണ്ട്, ഞാൻ പരീശന്മാരിൽ പരീശനാണ് എന്ന് പറഞ്ഞാൽ ബെന്യാമിൻ ഗോത്രക്കാരൻ. അവരെ സംബന്ധിച്ച് അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നത് ഭയങ്കര അഭിമാന വിഷയം. അവർക്ക് ദൈവത്തെ അറിയത്തുള്ളൂ, അരുളപ്പാട് അവർക്ക് കിട്ടി, വാഗ്ദത്തം കിട്ടി, ഒത്തിരി ക്ലെയിംസ് അവർക്കുണ്ട്. അങ്ങനെ അവകാശപ്പെടുന്ന ആളുകളോട് കർത്താവ് പറയാണ്, നിങ്ങൾക്ക് ദൈവത്തെ അറിയത്തില്ല. അപ്പോൾ ഇതിനു മുമ്പ് കർത്താവ് പറഞ്ഞു വന്ന വിഷയങ്ങളൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഈ അധ്യായത്തിൽ വരുമ്പോൾ കർത്താവ് സ്പെസിഫിക് ആയിട്ട് കൃത്യമായിട്ട് പറയണം, നിങ്ങൾക്ക് ദൈവത്തെ അറിയത്തില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാനായിട്ടില്ല, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാനായിട്ട് കഴിയില്ല. നമ്മൾ ശരിയായ നിലയിൽ ദൈവത്തെ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകുവാൻ. അതാണ് ഒന്നാമത്തെ വിഷയമായിട്ട് നമുക്ക് കാണാം. സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ ദൈവം ആരെന്ന് അറിയണം. ആ ദൈവത്തെ ആരെന്ന് അറിയുമ്പോൾ അതിനകത്ത് പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, അവരുടെ ആളത്വപരമായ പ്രവൃത്തികളുണ്ട്, രക്ഷാവേലയുണ്ട്, ദൈവത്തിന്റെ സ്വഭാവ സവിശേഷമുണ്ട്. നമുക്കിതൊക്കെ സൈദ്ധാന്തികമായിട്ട് തിയററ്റിക്കലി അറിയാം. ഈ അറിവിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് കർത്താവ് ഇവിടെ പരിഗണിക്കുന്ന വിഷയം. നമുക്കറിയാം, യഹൂദന്മാർക്ക് യഹോവയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച് കൃത്യമായ വിവരമുണ്ട്, അവർക്കറിയാം, അവർക്ക് അരുളപ്പാട് ലഭിച്ചിട്ടുണ്ട്. അബ്രഹാം മുതൽ ഇങ്ങോട്ട് മോശെ മുഖാന്തരം, പ്രവാചകൻ മുഖാന്തരം, പഴയ നിയമത്തിലെ 39 പുസ്തകത്തിലും കർത്താവിന്റെ അരുളപ്പാട് കൃത്യമായിട്ട് പ്രാപിച്ചിരിക്കുന്ന ഈ യഹൂദന്മാർ കർത്താവിന്റെ കാലത്ത് ഇവിടെ നിൽക്കുമ്പോൾ കർത്താവ് അവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇവർ ന്യായപ്രമാണം വായിക്കുന്നു, പഠിക്കുന്നു, കാണാപ്പാഠം പഠിക്കുന്നു, എല്ലാ കാര്യവും ഉണ്ടെങ്കിലും ഇവരിതിനുള്ളിലെ ദൈവിക സത്യത്തെ ഇവർ വേണ്ടതുപോലെ ഉൾക്കൊണ്ടിട്ടില്ല. പരീശന്മാർക്ക് പിതാവിനെയും പുത്രനെയും കുറിച്ച് ശരിയായ അറിവില്ല. അതാണ് 19-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. റോമാലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ, അത് നമുക്കറിയാവുന്ന വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത്,
അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഇത് ലോക മനുഷ്യർ പൊതുവായി മനുഷ്യരോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ ദൈവം വെളിപ്പാട് കൊടുത്തു, അത് ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് നമ്മൾ ആ പശ്ചാത്തലം റോമാലേഖനത്തിൽ പൗലോസ് പറയുന്ന ദൈവാത്മാവ് മുഖാന്തരം രേഖപ്പെടുന്ന വിഷയം പൊതുവായ ജനറൽ റെവലേഷൻ, പൊതുവായ ദൈവിക വെളിപ്പാടിനെ കുറിച്ചാണ്. എന്നാൽ ഈ വാക്യത്തെ നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പരീശന്മാരോടുള്ള ബന്ധത്തിൽ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്ന് ഓർത്തവനെ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് ന്യായപ്രമാണ പ്രകാരം പാരമ്പര്യമായിട്ട് ദൈവത്തെക്കുറിച്ചൊരു അറിവ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ ബാഹ്യമായ ആചാരങ്ങളുടെ പിന്നാലെ പോകുന്നു, ഹൃദയവുമായിട്ട് അവർക്കൊരു ബന്ധമില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ദൈവത്തെ വേണ്ടതുപോലെ അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെയും അറിയുന്നില്ല. അപ്പോൾ ദൈവത്തെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവ് പോകുന്ന സ്ഥലത്തേക്ക്, അതായത് സ്വർഗത്തിലേക്ക് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. അതാണ് ഒന്നാമത്തെ റിക്വയർമെന്റ്. സ്വർഗത്തിൽ പോകുന്നതിന് യേശു ദൈവമാണെന്ന് അറിയണം. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, സ്വർഗത്തിൽ പോകുന്നതിന് ദൈവം മുമ്പാകെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയണം. സുവിശേഷത്തിന്റെ ഒരു കാതലായ ഭാഗമാണ് ഇത്. നമ്മോട് പറഞ്ഞ എന്തിനാ ഇവിടെ ഇതങ്ങ് വ്യാഖ്യാനിച്ചാൽ പോരെ. ഇവിടുത്തെ വിഷയം തന്നെയാണ്. കർത്താവ് കൃത്യമായിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്ന പോലെ സിസ്റ്റമാറ്റിക് ഔട്ട്ലൈൻ വെച്ചുള്ള സുവിശേഷം, കർത്താവ് ആ ഓർഡറിൽ തന്നെ സുവിശേഷം പറയുകയാണ്. ഒന്നാമത് ദൈവത്തെ മനസ്സിലാക്കുക, രണ്ട് നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം, അല്ലെ നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പരീശന്മാരോട് ഇവിടെ പറയുന്നത്, സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ ആരാണെന്ന് വാസ്തവത്തിൽ നിങ്ങൾ എന്താ, ഞങ്ങളെല്ലാം ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, പരീശന്മാരാണ്, ഞങ്ങൾ അങ്ങ് ഇത്രയും വലിയ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. ഈ പാരമ്പര്യമാണ് പ്രശ്നം. ഇത് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ വിശ്വാസത്തിലാണ്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ തൊട്ട് ഞങ്ങൾ വിശ്വാസത്തിലാണ്, ഞങ്ങൾ ന്യായപ്രമാണം അനുസരിക്കുന്നു. നമ്മൾ പറയുമ്പോൾ സെന്റ് തോമസിന്റെ കാലം തൊട്ടേ കേരളത്തിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്നാണ് പറയുന്നത്. അത് കത്തോലിക്കരും പറയും, യാക്കോബക്കാരും മർത്തമ്മക്കാരും ബ്രദറുകാരും ബന്ധുക്കോസരും എല്ലാവരും ഞങ്ങൾ സെന്റ് തോമസിന്റെ കാലം തൊട്ടേ ക്രിസ്ത്യാനികൾ. അത് നല്ല കാര്യമാണ്. പക്ഷേ ആ പൈതൃകം, അതിൻ്റെ ആശയം ശരിയായ നിലയിൽ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മനസ്സിലാക്കുമ്പോഴാണ് അത് നമുക്ക് രക്ഷയ്ക്ക് മുഖാന്തരമായി തീരുന്നത്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ വിഷയമായിട്ട് പറയുന്നത് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ അവസ്ഥ? 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. അപ്പൊ കർത്താവ് കൃത്യമായിട്ട് അവരോട് പറയുന്നത് പാപസംബന്ധമായ ഒരു മരണം, അല്ലെങ്കിൽ പാപത്തിൽ നിങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു. എഫേസ്യ ലേഖനം 2:1-2 നമ്മൾക്കറിയാം, അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചവരായിരുന്നു. ഈ മരണം ഏദൻ തോട്ടത്തിൽ സംഭവിച്ചതാ, അതായത് ദൈവത്തിൽ നിന്നുള്ള വേർപാട്. അപ്പോൾ കർത്താവ് ഇവിടെ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഈ 3 സെന്റൻസിൽ ഒത്തിരി ആശയങ്ങൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വിഷയം നമ്മൾ കണ്ട ദൈവത്തെ മനസ്സിലാക്കുക, 2 നമ്മുടെ അവസ്ഥ, നമ്മൾ പാപികളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ മനസ്സിലാക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, പരീശന്മാർക്ക് എന്തുകൊണ്ട് ഇവർ പാപികളാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതിനുള്ള ഒരു കാരണം സ്വയനീതീകരണം. ഞങ്ങൾ എല്ലാം തികഞ്ഞവരാണ്, ഞങ്ങൾ നീതിമാന്മാരാണ്, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾക്ക് പരമ്പരാഗതമായിട്ട് ദൈവത്തെക്കുറിച്ച് അറിയാം, ന്യായപ്രമാണം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ പാപികളല്ല, അല്ലെ ഞങ്ങളെ പാപികൾ എന്ന് വിളിക്കുവാനായിട്ട് പാടില്ല. അപ്പൊ കർത്താവ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമ്പോൾ ഇവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതിന് കാരണം ഈ സ്വയനീതീകരണമാണ്. പാരമ്പര്യത്താൽ തങ്ങളുടെ പാപത്തിന് എന്ന് പറഞ്ഞാൽ അവർക്ക് പരിച്ഛേദനയും കാര്യങ്ങളൊക്കെ ദൈവം കൊടുത്തു, അതുകൊണ്ട് പാപത്തിന് പരിഹാരം വന്നു എന്നാണ് അവരുടെ ചിന്താഗതി. വിശ്വാസം എന്നുള്ള തലത്തെ അവരവിടെ നിന്ന് എടുത്തു മാറ്റി. ആചാരങ്ങളുടെ പിന്നാലെ യഹൂദന്മാർ പോയി, അതാണ് അവരുടെ പരാജയം. രണ്ടാമത്തെ വിഷയം, ഒന്നാമത്തേത് സ്വയം നീതീകരണം, രണ്ടാമത്തേത് വചനത്തോടുള്ള മത്സരം. കർത്താവ് അരുളി ചെയ്യുന്ന വചനങ്ങളെ ഒന്നും വിശകലനം ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അവർ കർത്താവ് സംസാരിക്കുന്ന വാക്കുകളെ നമ്മൾ വചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹൃദയകാഠിന്യം നിമിത്തം കർത്താവ് സംസാരിക്കുന്ന വചനങ്ങൾ അവർ ഹൃദയത്തിൽ ചെന്ന് തട്ടിയിട്ട് അത് ക്രിയേറ്റ് ചെയ്യാതെ, എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാതെ പുറത്തേക്ക് ഇജക്റ്റ് ആവുകയാണ്, എന്ന് പറഞ്ഞാൽ തട്ടിത്തെറിച്ചു പോവുകയാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവവചനം നമ്മൾ കേൾക്കാഞ്ഞിട്ടോ വായിക്കാഞ്ഞിട്ടോ പഠിക്കാഞ്ഞിട്ടോ ഒന്നും അല്ല നമുക്കും രൂപാന്തരവും മാറ്റവും ഒന്നും വരാത്തത്. ഇതേ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടെന്ന് പറയാം. ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അത് ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് വിവേചിക്കണം. നമ്മുടെ ഹൃദയത്തെ വിവേചിച്ച് കീറി മുറിച്ച് ശോധന ചെയ്യുമ്പോഴാണ് നമുക്ക് രൂപാന്തരം മാറ്റമൊക്കെ ഉണ്ടാകുക. എന്നാൽ ഇവിടെ പരീശന്മാർക്ക് സംഭവിക്കുന്ന വിഷയം,
ഇവർ സ്വയം നീതീകരണത്താൽ ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, ഞങ്ങൾക്ക് അബ്രഹാമുണ്ട്, ഞങ്ങൾക്ക് ദൈവത്തെ അറിയാം എന്നുള്ള സ്വയം നീതീകരണത്താൽ ഇവർ ദൈവവചനത്തോട് മത്സരിച്ച് നിൽക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. 27-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, പിതാവിനെ കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞത് എന്ന് അവർ ഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞാൽ ദൈവവചനം കർത്താവ് കൃത്യമായിട്ട് അവരോട് പറഞ്ഞിട്ടും അവർക്കത് ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതിന് കാരണം എന്താ? ആത്മീക അന്ധത. അത് വല്ലാത്തൊരു വിഷയമാണ്. അവർക്ക് ആത്മീക വിഷയങ്ങളിൽ അവർക്ക് കാര്യങ്ങളെ ഗ്രഹിക്കുവാനുള്ള പ്രാപ്തി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. ഇത് ആരുടെ കാര്യമാണ് പറയുന്നത്? പരീശന്മാരുടെ കാര്യമാണ്. ഇന്നത്തെ നിലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആത്മീകന്മാരെന്ന് വിചാരിക്കുന്ന നമുക്ക് ഉൾപ്പെടുന്ന വിശ്വാസ സമൂഹത്തിന്റെ പ്രതിപുരുഷന്മാരായിട്ട് നിൽക്കുന്ന പരീശന്മാർക്ക് കർത്താവ് പറഞ്ഞ വാക്കുകളെ പിതാവിനെ കുറിച്ചാണ്, അല്ലെ പിതാവായ ദൈവത്തെക്കുറിച്ചാണ് താൻ സംസാരിക്കുന്നത് എന്ന് അവർ ഗ്രഹിച്ചില്ല. അവർക്കത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. വിവേചിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ആത്മാവ് ഹൃദയത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ദൈവവചനം അവർക്ക് വിവേചിച്ച് കിട്ടുള്ളൂ. ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ നമുക്ക് ദൈവവചനം മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് ദൈവവചനം കേൾക്കുവാനായിട്ട് കഴിയുന്നില്ല. അപ്പൊ ദൈവവചനത്തെ ഇനി യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 16-8 പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോൾ പാപബോധം വരണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. അപ്പോൾ ഇത് ഈ സദൂക്യൻ പരീശന്മാരുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് പാപബോധം ഉണ്ടാകാതിരുന്നത്. അപ്പൊ ഈ പാപബോധം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം എന്താ? പാപബോധം പിന്നെ രക്ഷ ആവശ്യകതയില്ല. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ പാപബോധമാണ് ഒന്നാമത്. ദൈവത്തെക്കുറിച്ചുള്ള ബോധമാണ് മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുന്ന വിഷയം. രണ്ടാമത്തെ വിഷയം താൻ ആരാണെന്ന ബോധ്യം. താൻ പാപിയാണ്, ഈ പാപിയായിരിക്കുന്ന എനിക്ക് ദൈവസന്നിധിയിൽ ചെല്ലുവാനായിട്ട് അയോഗ്യതയുണ്ട്, അത് സാധിക്കത്തില്ല എന്നുള്ള വിഷയം മനുഷ്യനെ സ്വർഗത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം അവന്റെ ഹൃദയത്തിൽ കൊടുക്കുന്നു. മൂന്നാമതായിട്ട് സ്വർഗത്തിൽ പോകാനായിട്ടുള്ള മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ തിരുവെഴുത്ത് വെളിപ്പെടുത്തിയിരിക്കുന്ന നിലയിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ വചനം വെളിപ്പെടുത്തുന്ന നിലയിൽ ക്രിസ്തുവിനെ വിശ്വസിക്കണം. അപ്പൊ ഏറ്റവും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ വിശ്വസിക്കണം. പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് പഠിക്കുമ്പോൾ, ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ വചനത്തിൽ എങ്ങനെയാണോ പുത്രനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതേ നിലയിൽ വിശ്വസിക്കണം. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താ? ഇവര് പിതാവിനെ അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ ആ പിതാവിന്റെ പുത്രനാണ് മശിഹ, അല്ലെങ്കിൽ യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ള വിഷയം അവർക്ക് അംഗീകരിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ അവർ വിശ്വസിക്കേണ്ടത് അങ്ങനെയാണ്, അവർ ദൈവപുത്രനാണ് എന്ന് അവർ വിശ്വസിക്കണം. 8-ാം അധ്യായം 25-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് അവർ വിശ്വസിച്ചില്ല എന്നുള്ളതിന് കാരണമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അവർ അവനോട് നീ ആരാകുന്നു എന്ന് ചോദിച്ചതിന്. ഇത്രയും കർത്താവ് വലിയ പ്രഭാഷണമൊക്കെ നടത്തി വരുമ്പോൾ കർത്താവ് ഒന്നാമത്തെ വിഷയം ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. 21-ാം വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. 24-ാം വാക്യത്തിൽ വരിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും. 24-ന്റെ 2-ാം ഭാഗത്ത് വരുമ്പോൾ ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് നിങ്ങൾ പാപത്തിൽ മരിക്കുമെന്ന് ഇവരോട് ആവർത്തിച്ചു പറയുമ്പോൾ നീ ആരാകുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. പണ്ട് കർത്താവ് ചോദിച്ചു, കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട് നീ ആരാകുന്നു. പത്രോസ് ചോദിച്ചിട്ടുണ്ട്, കടലിൽ മീതെ നടക്കും നീ ആരാകുന്നു ചോദിച്ചിട്ടുണ്ട്. കർത്താവ് ചോദിച്ചിട്ടുണ്ട് ഞാൻ ആരാണെന്നാണ് ജനം പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ചോദ്യത്തിനൊരു വ്യത്യാസമുണ്ട്. ഇത് പറയാൻ, അതായത് നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും എന്ന് ഞങ്ങളോട് പറയാൻ നീ ആരാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിന്റെ ആത്മീക അന്ധതയെ വളരെ കൃത്യമായി വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്. ഞങ്ങൾ ഞങ്ങളുടെ പാപത്തിൽ മരിക്കുമെന്ന് പറയാൻ നീ ആരാകുന്നു? അതിന് യേശു കർത്താവ് പറഞ്ഞ ഉത്തരം എന്താ? 25-ന്റെ 2-ാം ഭാഗം, അവർ അവനോട് നീ ആരാകുന്നു എന്ന് ചോദിച്ചതിന് യേശു ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നത് തന്നെ. അതായത് ദൈവത്തിന്റെ പുത്രനാണ്, പാപികളെ രക്ഷിക്കുവാനായിട്ട്, അല്ലെ ഞാനാണ് വാഗ്ദത്ത മശിഹ എന്ന സത്യം കർത്താവ് ആവർത്തിച്ചു പറഞ്ഞെങ്കിൽ ഇവർക്കത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് അവരോട് ആവർത്തിച്ച് പറഞ്ഞ വിഷയം ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. എന്നിട്ട് എന്ത് പറയുന്നത്?
അതിന് 25 നമ്മൾ വായിച്ചത്, ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ. എങ്ങനെയുള്ളവൻ? ഞാൻ എങ്ങനെയുള്ളവൻ? ഞാനാണ് രക്ഷിതാവ്, ഞാനാണ് ദൈവപുത്രൻ എന്നുള്ള കാര്യം നിങ്ങൾ വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പൊ ഈ കാര്യത്തിൽ നിന്ന് 3 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഒന്നാമത്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്, അതായത് വചനപ്രകാരം വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് കഴിയത്തുള്ളൂ. അതാണ് നമ്മൾ മൂന്നാമതായിട്ട് പറഞ്ഞ വിഷയം. യേശുക്രിസ്തു വചനപ്രകാരത്തിൽ എങ്ങനെയാണോ യേശുക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയത് അതിൻ പ്രകാരം വിശ്വസിക്കണം. അപ്പൊ യേശുക്രിസ്തു ആരാണെന്ന് വചനത്തിൽ പറയുന്നു. ഒന്നാമത്തെ വിഷയം, യേശു നിത്യനായ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കണം. 8-ാം അധ്യായം 23-ാം വാക്യം. അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. അപ്പോൾ കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു വിഷയം, നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവരാണ്, നിങ്ങൾ മനുഷ്യരാണ്, മണ്ണിൽ നിന്നുള്ളവരാണ്. ഞാൻ മണ്ണിൽ നിന്നുള്ളവനല്ല, ഞാൻ മേലിൽ നിന്നുള്ളവനാണ്. ഇത് കർത്താവിൻ്റെ ദൈവപുത്രൻ, അല്ലെ നിത്യനായ ദൈവപുത്രൻ എന്നുള്ള ആശയത്തിന്റെ ഒരു വിശദീകരണമാണ്. 16-ാം വാക്യത്തിലും 26-ാം വാക്യത്തിലും 29-ാം വാക്യത്തിലും ഇതേ സെന്റൻസ് നമുക്ക് വീണ്ടും കാണുവാനായിട്ട് കഴിയും. 26-ാം വാക്യത്തിൽ വരുമ്പോൾ, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, അവനോട് കേട്ട് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെയാണ് പിതാവിനെ കുറിച്ച് സംസാരിച്ചു എന്നവർക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവ് വ്യക്തമാക്കുന്ന ഒരു വിഷയം, താൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. ഇവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വിഷയം തന്നെ, ഇവൻ സ്വർഗത്തിൽ നിന്ന് വന്നു എന്നുള്ളത്. എന്നാൽ കർത്താവ് അതിനകത്ത് യാതൊരു മാറ്റവും വരുത്താതെ കൃത്യമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പോയിന്റിൽ പറഞ്ഞ വിഷയം യേശുക്രിസ്തുവിനെ കുറിച്ച്, അതായത് ഒന്നാമത്തെ വിഷയം ദൈവത്തെക്കുറിച്ച് അറിയണം, രണ്ടാമത്തെ വിഷയം നമ്മുടെ അവസ്ഥയെക്കുറിച്ച്, മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് അറിയണം, അവൻ പാപിയാണെന്നുള്ള വിഷയം അറിയണം. മൂന്നാമത്തെ വിഷയം യേശുക്രിസ്തുവിനെ കുറിച്ച് വചനം വെളിപ്പെടുത്തുന്ന നിലയിൽ മനസ്സിലാക്കണം. രക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇന്ന് അനേക ക്രിസ്തീയ വിഭാഗങ്ങൾ, അനേക ന്യൂ ജനറേഷൻ ചർച്ചസ്, പട്ടത്വ സഭകൾ എല്ലാം ഭൂമിയിലുണ്ട്. ഇവരെല്ലാവരും യേശുവിലാണ് വിശ്വസിക്കുന്നത്. ഈ ബ്രദറുകാരും അല്ലെ രക്ഷിത ഗണവും, ബ്രദറുകാരെന്ന് പറഞ്ഞ കുറച്ച് കോൺസെൻട്രേറ്റ് ആയി പോയി, രക്ഷിക്കപ്പെട്ടവരും നാമധേയ സഭകളും അല്ലെങ്കിൽ ന്യൂ ജെൻ ചർച്ചസും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇന്ന് നമ്മളുടെയൊക്കെ നിലപാട് എല്ലാവരും കർത്താവിലാണ് വിശ്വസിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും സ്വർഗത്തിൽ പോകും, സഭയൊന്നും ഒരു വിഷയമല്ല, നമ്മൾ വേർപെട്ട് പോകുന്നതാ മണ്ടത്തരം, അവിടെ അങ്ങ് നിന്നാൽ മതിയായിരുന്നു എന്നാണ് ഇന്നത്തെ പഠിപ്പീര്. എന്തുകൊണ്ടാണ് ഈ കാരണം? വചനം വെളിപ്പെടുത്തുന്ന നിലയിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ നാമധേയ സഭകൾ വിട്ട് വേർപെട്ടു പോകുന്നത്. അവർക്ക് വേറെ, നമ്മൾ ഇന്ന് ചിലരൊക്കെ പറയുന്ന പോലെ അബദ്ധം പറ്റിയതല്ല, അവരുടെ മാനുഷിക ഉപദേശപ്രകാരം പോകുന്നതും അല്ല. ദൈവവചനത്തിന്മേൽ ആത്മപ്രകാശനം അവർക്ക് ലഭിച്ചപ്പോൾ, അവർ ക്രിസ്തുവിനെ വചനത്തിൽ വെളിപ്പെടുത്തിയ നിലയിൽ മനസ്സിലാക്കിയപ്പോൾ, അവർ രക്ഷയെ വചനത്തിൽ വെളിപ്പെടുത്തിയ നിലയിൽ മനസ്സിലാക്കിയപ്പോൾ അവർ വേർപെട്ടു പോകുന്നു, അല്ലെങ്കിൽ അവർ വേർപെട്ട് വരുവാനായിട്ട് പരിശുദ്ധാത്മാവ് അവരെ നയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പരീശന്മാർക്ക് പാരമ്പര്യമുണ്ട്. അബ്രഹാം തൊട്ട്, നമ്മളെ പോലെ 200 വർഷത്തെ 2000 വർഷത്തെ പാരമ്പര്യമല്ല. അവർക്ക് അങ്ങ് അബ്രഹാമിന്റെ കാലം തൊട്ട് 10,000 വർഷത്തെ പാരമ്പര്യമുണ്ട്. പക്ഷെ കർത്താവിന്റെ കാലം ആകുമ്പോഴത്തേക്ക് 4000 വർഷത്തെ പാരമ്പര്യമുണ്ട്, നമ്മളുടെ ഡബിളുണ്ട്. പക്ഷെ കർത്താവ് പറയാം, നിങ്ങൾക്ക് ദൈവത്തെ അറിയത്തില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥയെ അറിയത്തില്ല, 3 പുത്രനെ കുറിച്ച് വചനം എന്ത് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. നമ്മൾ അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്ത് എങ്ങനെയാണ് പുത്രനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റിന്റെ സബ് പോയിന്റ് ആയിട്ട് ഒരു കാര്യം. ഒന്നാമത്തെ വിഷയം, യേശു നിത്യനായ ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുക. യേശു ക്രിസ്തുവിന്റെ നിത്യപുത്രത്വം എന്ന ഒറ്റ വാക്കിൽ പറയാം. അത് തത്വോപദേശത്തിന്റെ ഒരു ഭാഗമാണ്. യേശുക്രിസ്തു കന്യാമറിയത്തിൽ ഭൂജാതനായപ്പോൾ പുത്രനായതല്ല. യേശുക്രിസ്തു ദൈവത്തിലെ നിത്യപുത്രനാണ്, നിത്യാസ്തിക്യം. യേശുക്രിസ്തു നിത്യപുത്രനാണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ നിത്യപുത്രത്വം, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നു, പിതാവ് അയച്ചിട്ട് ഞാൻ വന്നു എന്ന് കർത്താവ് ആവർത്തിച്ച് പറയുന്നു. 24-ാം വാക്യത്തിൽ കർത്താവ് ഇക്കാര്യം വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. യേശുക്രിസ്തു പിതാവിനാൽ ഐക്യപ്പെട്ട പുത്രനാണ് എന്ന് വിശ്വസിക്കാത്തവൻ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. അപ്പൊ നമ്മൾ രക്ഷയിലേക്ക് വരുന്നതിന് മൂന്നാമത്തെ ഘടകമായിട്ട് നിൽക്കുന്നത് യേശുക്രിസ്തുവിന്റെ നിത്യ ദൈവത്വം, അല്ലെങ്കിൽ യേശുക്രിസ്തു നിത്യനാണ്, അല്ലെങ്കിൽ നിത്യപുത്രത്വം, അത് അംഗീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയമാണ്.
29 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഇതിന്റെ ആശയം നമുക്ക് ഇവിടെ പിടികിട്ടത്തില്ല. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 46 വാക്യം വായിക്കണം. 46 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നു. ഇത് നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, ഞാൻ എല്ലായ്പ്പോഴും പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നു. മനുഷ്യന്റെ പ്രശ്നം എന്താ? ഈ ദൈവവുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് ഇവൻ തന്നിഷ്ടം ചെയ്യുന്നു. കുറച്ചുകൂടെ വ്യക്തമായിട്ട് കർത്താവ് അടുത്ത വാക്യത്തിൽ, അതായത് 44 വാക്യത്തിലേക്ക് വരുമ്പോൾ, മനുഷ്യന്റെ സ്വാഭാവിക പിതാവ് പിശാചാണെന്ന് പറയുന്നു. ആ പിശാചിന് പ്രസാദമുള്ളത് എപ്പോഴും നമ്മൾ ചെയ്യുന്നു. അതാണ് പാപി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പുത്രൻ എന്ത് ചെയ്യുന്നു? പിതാവിന് പ്രസാദമുള്ളത് എപ്പോഴും ചെയ്യുന്നു. എന്താ? പിതാവിന്, സ്വർഗീയ പിതാവിന് പ്രസാദമുള്ള കാര്യങ്ങൾ സദാസമയവും ചെയ്യുന്നത് കൊണ്ട് യേശു ക്രിസ്തു പാപരഹിതനാണ് എന്ന് വിശ്വസിക്കണം. അപ്പൊ ഒന്നാമത്തെ വിഷയം, യേശു ക്രിസ്തു നിത്യ ദൈവപുത്രനാണ്, നിത്യപുത്രനാണ് വിശ്വസിക്കണം. 2, യേശു പാപരഹിതനാണ്, പാപമില്ലാത്തവനാണ് എന്ന് വിശ്വസിക്കണം. 28 വാക്യത്തിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിന്റെ 3ാമത്തെ തലവും കർത്താവോട് പറയുകയാണ്. നമ്മൾ ഇന്ന് സിസ്റ്റമാറ്റിക് തിയോളജിയൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഗോസ്പൽ ഇങ്ങനെ കൃത്യ ഔട്ട്ലൈനിൽ പറഞ്ഞത്. പക്ഷെ കർത്താവ് അന്ന് കൃത്യമായിട്ട് ഇതേ ഓർഡറിൽ ഈ സുവിശേഷം പങ്കുവെച്ചിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് ചില പോയിന്റ് എടുത്ത് നമ്മൾ പഠിച്ചങ്ങ് പോകുന്നു. പക്ഷെ ഇതിങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ സുവിശേഷത്തിന്റെ മഹത്വം പെന്തക്കോസ്ത് നാളിന് മുമ്പ് കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഹൃദ്യമായ നിലയിൽ പരീശന്മാരോട് സംസാരിച്ചു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 28 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 3ാമത്തെ കാര്യം, അതായത് 3ാമത്തെ പോയിന്റിന്റെ 3ാമത്തെ സബ് പോയിന്റ് കാണുവാനായിട്ട് കഴിയും. യേശു ക്രൂശിൽ മരിച്ച്, അല്ലെങ്കിൽ യേശു ക്രൂശിൽ ഉയർത്തപ്പെട്ടത് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായാണ്. അതാണ് കറക്റ്റായ പ്രയോഗം. അവിടെ പ്രയോഗം നമ്മൾ വായിക്കുന്ന 28 വാക്യം, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ച് തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തപ്പെടും. അതാണ് ആ വാക്ക്. ആ ഉയർത്തപ്പെടൽ എന്ന് പറയുന്നത് ക്രൂശ് മരണത്തെ കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 3-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, മോശെ മരുഭൂമിയിൽ, നമ്മൾ ഓൾറെഡി വാക്യം കവർ ചെയ്ത് പോകുന്നതാണ്, മോശെ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അതേ വാക്ക് കർത്താവ് ഇവിടെ പറയുകയാണ്. ഇവിടെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ടതിന് ശേഷം 12-ാം അധ്യായം 32-ാം വാക്യത്തിലും ഇതേ വിഷയം കാണുന്നുണ്ട്. അപ്പോൾ 21-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ വിഷയം എന്താ? ഞാൻ പോകുന്നു. അപ്പോൾ ഇവിടെയാണ് ഈ വിഷയത്തിന്റെ ഗോസ്പലിന്റെ ശരിയായ സ്ട്രക്ചർ കിടക്കുന്നത്. കർത്താവ് ആദ്യമായിട്ട് അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും. ആ അന്വേഷിക്കും എന്നതിന് പിന്നീട് ആശയം പിന്നാലെ വരുന്നുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് പറഞ്ഞ വാക്ക് ഞാൻ പോവുകയാണ്. സമയമായിട്ടില്ലെന്ന് മേളിൽ പറഞ്ഞു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ ഞാൻ പോകാറായി, ഞാൻ പോകുകയാണ്. കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് പറയുന്നത് ഐ ആം ഗോയിങ്, ഞാൻ പോകുന്നു. തന്റെ നാഴിക അടുത്ത് വരിക. നമ്മൾ അധ്യായങ്ങൾ 10-12 ഒക്കെ മുന്നിൽ കാണുന്നുണ്ടെങ്കിലും കർത്താവിന്റെ ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തില് കർത്താവിന്റെ യാത്ര ആരംഭിക്കുവാറായി. കർത്താവ് പറയാൻ ഞാൻ പോവുകയാണ്. ആ പോക്കിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഈ പോക്ക് എങ്ങോട്ടാണ്? ഉയർത്തപ്പെടലിലേക്ക് പോവുകയാണ്. ഒന്ന്, കർത്താവിന്റെ മരണം, അത് ഉയർത്തപ്പെടലാണ്, ക്രൂശന്മേലാണ് താൻ മരിക്കുന്നത്. നമ്മൾ അതിന്റെ റെഫറൻസ് കണ്ടു. 2, തന്റെ ഉയർപ്പ്, താൻ ഉയർക്കും എന്നുള്ള വിഷയം താന്, അതാണ് പറയുന്നത്. മനുഷ്യന് ഉയർത്തിയ ശേഷം ഈ മരണത്തിൽ ഉയർത്തലുണ്ട്, ഉയർപ്പിൽ ഉയർത്തലുണ്ട്, സ്വർഗാരോഹണത്തിലും ഉയർത്തലുണ്ട്. ഈ 3 കാര്യങ്ങളെ ചേർത്താണ് മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം നിങ്ങളെ അവനെ അന്വേഷിക്കും എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പിതാവ് എനിക്ക് ഉപദേശിച്ചതുപോലെ ഇത് സംസാരിക്കും നിങ്ങൾ അറിയും. അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകത്തില്ല. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അവർ 3-ാം ദിവസം കല്ലറക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം കാണാതെ അവർ ചഞ്ചലപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നത്. അവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിന്നെ പരീശന്മാരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പൊ കർത്താവ് പറയുകയാണ്, ഈ 3 ഉയർത്തപ്പെടലുകൾ കഴിയുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കും? ഞാൻ പറഞ്ഞ വാക്ക് സത്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കും. എന്താണ് 3 ഉയർത്തപ്പെടൽ? 1, യേശുവിന്റെ മരണം. 2, പുനരുദ്ധാനം. 3, ഉൽപ്രാവണം അല്ലെങ്കിൽ സ്വർഗാരോഹണം. അതിനോടുകൂടെ തേജസ്കരിക്കപ്പെട്ടാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്യപ്പെടുന്നത്. ഈ 3 ഉയർത്തപ്പെടലുകളിൽ കൂടി നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്, അതായത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണ, പുനരുദ്ധാന, ഉൽപ്രാവണങ്ങൾ എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന്
വിശ്വസിച്ച് ഒരു വ്യക്തി അംഗീകരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് രക്ഷ ലഭിക്കുന്നത്. ഈ ക്രൂശിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ്, പ്രയോഗമാണ്, അല്ലെങ്കിൽ സത്യമാണ്. ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ നീതിയും വിശുദ്ധിയും ഒരുമിച്ച് സമ്മേളിച്ച ഇടമാണ് കാൽവറി ക്രൂശ്. അപ്പോൾ കർത്താവ് ആ സത്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നാലാമതായിട്ട് നമ്മൾ 3 കാര്യങ്ങൾ അതിന് മുമ്പ് കണ്ടു. നാലാമതായിട്ട് സ്വർഗത്തിൽ പോകുന്നതിന് വേണ്ടി യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് സ്വർഗത്തിലേക്ക് പോയി എന്ന് വിശ്വസിക്കണം. അത് ഞാനിപ്പോൾ പറഞ്ഞ വിഷയത്തോട് ചേർന്നാണ് നിൽക്കുന്നത്. അതിന്റെ റെഫറൻസ് 21, 22 വാക്യങ്ങളാണ്. അവിടെ വായിക്കുന്നത്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും. 22-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാനായിട്ട് കഴിയില്ല. കർത്താവ് പോകുന്ന ഇടം അത് സ്വർഗത്തിലേക്കാണ് കർത്താവ് പോയത് എന്നുള്ള കാര്യവും നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് ഇരിക്കണം. അതിനടിസ്ഥാനമായിരിക്കുന്ന വാക്യം 1 കൊരിന്ത്യർ 15:14 കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദമാക്കാനാണ് ആ വാക്യങ്ങളോട് ഞാനിങ്ങനെ ചുറ്റി സഞ്ചരിച്ചത്. 1 കൊരിന്ത്യർ 15:14 നമ്മളിങ്ങനെ വായിക്കുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. പൗലോസ് വളരെ കൃത്യമായിട്ട് ദൈവാത്മാവിൽ ആ വിഷയം പറയാം. നമ്മൾ ഈ ക്രിസ്തുവിനെ കുറിച്ചൊക്കെ പ്രസംഗിച്ച് നടക്കുന്ന കാര്യങ്ങൾ ശരി, പക്ഷെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു എങ്കിൽ നമ്മുടെ പ്രസംഗവും വ്യർത്ഥമാണ്, വിശ്വാസം വ്യർത്ഥം. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ആയിരിക്കുന്ന 4-മത്തെ വിഷയം കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനമാണ്. അപ്പോൾ ദൈവം ആരെന്നറിയണം, നമ്മൾ ആരെന്ന് മനസ്സിലാക്കണം, യേശു ക്രിസ്തു ആരെന്ന് മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനങ്ങൾ നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായിട്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രായശ്ചിത്തമായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ തന്നെ യേശുവിന്റെ മരണത്താലും പുനരുദ്ധാനത്താലും സ്വർഗാരോഹണത്താലും നമ്മുടെ പാപത്തിന് പരിപൂർണ പരിഹാരം വരുന്നു എന്ന് ബോധ്യപ്പെടുന്നു. അതാണ് അതിന്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. ഇനി എപ്പോഴാണ് വിശ്വസിക്കേണ്ടത്? വിശ്വസിക്കേണ്ട സമയത്തെ കുറിച്ച് കർത്താവ് പറയുകയാണ്. 21-ാം വാക്യം, നിങ്ങൾ എന്നെ അന്വേഷിക്കും. കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നെ അന്വേഷിക്കും. നമ്മൾ അതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. പക്ഷെ നമ്മൾ ഈ വാക്യങ്ങൾ ഈ ഓർഡർ ചിന്തിച്ചു വരുമ്പോൾ ഇപ്പൊ അവർ കർത്താവിനെ അന്വേഷിക്കുന്നില്ല. അതതിന്റെ ആശയം, നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഇവിടെ കർത്താവ് ദിവസങ്ങളായിട്ട് ഇവരുടെ കൂടെ ഉണ്ട്. പാപിനെ പിടിച്ച് അവിടെ കൊണ്ടുവന്നു. കർത്താവ് അവിടെ ന്യായവിധി നടത്തി ഒരു ശിക്ഷ കൊടുക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് അവരോട് പറഞ്ഞു. ദൈവത്തിന്റെ അധികാരം തെളിയിച്ചു. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു, അത്ഭുതം ചെയ്തു. ഇതൊക്കെ ചെയ്തു വന്നിട്ടും ഇവർക്ക് കർത്താവ് വാസ്തവത്തിൽ ആരാണ് എന്ന് അറിയാനുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹം ഇവർ ഹൃദയത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കർത്താവ് പറയാണ്, നിങ്ങൾ എന്നെ അന്വേഷിക്കും. എപ്പോൾ അന്വേഷിക്കണം? ഇവർ അന്വേഷിക്കേണ്ട സമയത്ത് അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 3-മത്തെ മെയിൻ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കുന്ന വിഷയം, സ്വർഗത്തിൽ പോകുവാനായിട്ട് തക്ക സമയത്ത് വിശ്വസിക്കണം. യെശയ്യാപ്രവചനം 55-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. യെശയ്യാപ്രവചനം 55:6 നമ്മൾ വായിക്കുന്നത്, യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ഇത് പ്രവാചക പുസ്തകങ്ങളിലെ ഒരു വാക്യമാണ്. അപ്പൊ കർത്താവിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ തേടി നടക്കുക എന്നുള്ള ആശയമല്ല. അവിശ്വാസികൾ ഞാൻ ഈശ്വരനെ തേടി നടന്നൊക്കെ. ദൈവവചനം പരീശന്മാരോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവരെ അന്വേഷിക്കേണ്ടത് സ്വാഭാവികമായിട്ട് അവർക്ക് ചുറ്റുമല്ല, അവർ ന്യായപ്രമാണത്തിൽ അന്വേഷിക്കണം. അപ്പോൾ യെശയ്യാപ്രവചനത്തിൽ പറയുകയാണ്, ദൈവത്തെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിക്കണം. അപ്പോൾ കർത്താവ് ഇവരുടെ കൂടെ ഇരുന്നിട്ടും ഇവൻ വാസ്തവത്തിൽ ആരാണ്, ഇവൻ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം തങ്ങളുടെ ന്യായപ്രമാണത്തിന് വിരോധമായിട്ട് ഈ തച്ചന്റെ മകൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് താൻ സ്വയം ദൈവമായിട്ട് അവകാശപ്പെടുന്നു എന്നുള്ള ഹൃദയകാഠിന്യത്തിന്റെ ആ ഒരു നിലയിൽ അവർ വന്നതുകൊണ്ട് അവർക്ക് കർത്താവിനെ അംഗീകരിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിക്കും. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം അന്വേഷിക്കുമെന്ന കർത്താവ് ഇവിടെ പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ പരീശന്മാരിൽ ഭൂരിഭാഗവും കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം കർത്താവിനെ അന്വേഷിച്ചിട്ടില്ല. വളരെ ചുരുക്കം പേരെ അന്വേഷിച്ചിട്ടുള്ളൂ. അതാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. അപ്പൊ രക്ഷയിലെ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ 3-മത്തെ വിഷയം, റൈറ്റ് ടൈമിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൃപായുഗം അല്ലെങ്കിൽ കൃപാകാലിയല്ലോ, ദൈവം മനുഷ്യനോട് കരുണ കാണിക്കുന്ന ആ സമയത്ത് അന്വേഷിക്കുക. അതിനുശേഷം അന്വേഷിച്ചാൽ നമ്മുടെ കൃപയ്ക്ക് വെളിയിലായിരിക്കും. അപ്പോൾ കർത്താവ് പറയുന്ന വിഷയം ഇതാണ്, കൃപയുടെ സുവിശേഷത്തിന്റെ
കാതലായ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം ഇതാണ്. ഇനി കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു വിഷയമുണ്ട്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുക. നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് നമ്മളെല്ലാവരും, നമുക്ക് എല്ലാവർക്കും ആ കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷെ ആ രക്ഷയുടെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ രക്ഷയെക്കുറിച്ചാണ് 30 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. 30 നമ്മൾ വാക്യം വായിക്കുമ്പോൾ 30-ാം വാക്യത്തിൽ വായിക്കുന്നു. അപ്പൊ ഇത് ഞാൻ കണ്ടിന്യൂഷൻ ആയിട്ട് ഇങ്ങനെ രക്ഷയിൽ തുടരുക എന്നുള്ള ആശയത്തിലാണ്. 30-ാം വാക്യത്തിൽ പറഞ്ഞ, അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. നമ്മൾ ഇത് വായിച്ചാൽ നമ്മൾ വിചാരിക്കും, അയ്യോ പരീശന്മാർ മുഴുവൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഇല്ല, ഈ ഇവന്മാരാരും വിശ്വസിച്ചിട്ടില്ല. ഇവര് വിശ്വസിച്ചത് എന്താ? നല്ലൊരു ഉപദേഷ്ടാവാണ് എന്നൊന്ന് അംഗീകരിച്ചു, അത്രേ ഉള്ളൂ. അതിന് യോഹന്നാൻ കൊടുത്ത വാക്കാണ് എന്ത്? അവനിൽ വിശ്വസിച്ചു. ഇനി എങ്ങനെയാ വിശ്വസിച്ചെന്നുള്ളതാണ് അതിന്റെ 31 തൊട്ട് മുമ്പോട്ടുള്ള വാക്യങ്ങൾ. 36 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 36 അല്ല 59-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവരുടെ വിശ്വാസം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഉപരിപ്ലവമായ വിശ്വാസം. ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് ഈ ഉപരിപ്ലവമായ, ബാഹ്യമായ ഔട്ട്വേർഡ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ, ഈ വാക്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഇവരെന്ത് വിചാരിച്ചു? മനുഷ്യപുത്രനെ ഉയർത്തി ഇവൻ സ്വർഗത്തിൽ പോകുന്ന കേട്ടപ്പോൾ ഓക്കെ, കൊള്ളാം, അവൻ ദൈവമാണ് എന്നൊന്ന് ചിന്തിച്ചു, അത്രയേ ഉള്ള അതിന് ആശയം. എന്നാൽ അതുപോലും അവർ ചിന്തിച്ചില്ല എന്ന് അടുത്ത വാക്യത്തിൽ വായിക്കാം. കർത്താവ് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ 31-ാം വാക്യത്തിൽ വായിക്കുന്നത്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു. അപ്പോൾ സ്വാഭാവികമായിട്ടും വിശ്വാസികളോടാണ് സംസാരിക്കുന്നത് എന്ന് നമ്മൾക്ക് തോന്നാം. എന്നാൽ ഈ ഉപരിപ്ലവമായ വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം പ്രിറ്റൻഡ് ചെയ്ത ആളുകൾ, ഇന്ന് വിശ്വാസികളുടെ ഇടയ്ക്ക് നല്ലൊരു കൂട്ടം ആളുകൾ, നമ്മുടെ വേർപെട്ട ദൈവമക്കളുടെ ഇടയ്ക്കും നല്ലൊരു കൂട്ടം ആളുകൾ രക്ഷിക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. ഞാൻ രക്ഷ ചോദ്യം ചെയ്യുകയല്ല, നമ്മൾ അതിന്റെ ശരിയായ ഔട്ട്വേർഡിൽ കർത്താവ് പറഞ്ഞ സ്ട്രക്ചറിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇവർ യഹൂദന്മാർ കർത്താവിനെ ഇവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന ആ ഒരു സെൻസിൽ ഇന്ന് വിശ്വാസ സമൂഹത്തിലും അനേകരും ഇങ്ങനെ വിശ്വസിക്കുന്നവരാ. അങ്ങനെ വിശ്വസിക്കുന്നവരോട് കർത്താവ് പറയുന്ന വാക്കാണ് 31-ാം വാക്യം. എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഈ വാക്യം നമുക്ക് കാണാപ്പാടം അറിയാം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമ്മൾ കൂടെ കൂടെ കേൾക്കുന്ന ഒരു വാക്യം അത്. എന്നാൽ അതിന് മുമ്പത്തെ വാക്യത്തെ നമ്മൾ ചേർത്ത് കറക്റ്റായിട്ടൊന്ന് വിശകലനം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ 32 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളും വായിക്കുമ്പോൾ ഈ ആളുകളുടെ വിശ്വാസത്തെ കർത്താവ്, അവർ വിശ്വസിച്ചു എന്നവർ ഹൃദയം കൊണ്ട് പ്രിറ്റൻഡ് ചെയ്തു. എന്നാൽ അവരുടെ ഹൃദയത്തെ കർത്താവ് കൃത്യമായിട്ട് അനലൈസ് ചെയ്തപ്പോൾ കർത്താവ് ഡിമാൻഡ് ചെയ്ത ഒരു വിഷയം, ഇത് വെളിപ്പെടുത്തണമല്ലോ, ഇവരുടെ വിശ്വാസം ശരിയല്ല എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി കർത്താവ് ചെയ്തിരിക്കുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ്, ഒരു വ്യവസ്ഥ അവരുടെ മുമ്പിൽ വെച്ചു. എന്താ? എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. എന്തിനാ കർത്താവ് അങ്ങനെ ഒരു പ്രയോഗം ഉപയോഗിച്ച്? വിശ്വസിച്ചവരെല്ലാം സ്വർഗത്തിൽ പോകും. ഇന്ന് നമ്മൾ അങ്ങനെയുള്ള പഠിപ്പിച്ച കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഏറ്റവും പറയുന്നത് നേരെ സ്വർഗത്തിലോട്ടാ. അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നത് അത് യഹൂദന്മാർ വിശ്വസിച്ച പോലെ ആയി പോകുന്നു പലപ്പോഴും. ഇവിടെ പറയുന്ന വിഷയം, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാവും. അപ്പൊ വാസ്തവമായി റിയൽ ഡിസൈപ്പിൾസ്, ശരിയായ ശിഷ്യത്വം. അതെങ്ങനെ സാധിക്കും? ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ശിഷ്യത്വം എന്ന് കർത്താവോട് പറഞ്ഞു, നമ്മൾ അല്ലെങ്കിൽ വാസ്തവമായി നമ്മൾ എങ്ങനെ ദൈവമക്കളാകും എന്നുള്ളതിന്റെ ശരിയായ ആശയം എന്ന് പറയുന്നത് വചനത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. വചനത്തിൽ നിലനിൽക്കുന്ന വചനം മുഴുവൻ കാണാപ്പാടും പഠിക്കുക എന്നുള്ള ആശയമല്ല അവിടുത്തെ ആശയം, വചനം അനുസരിക്കുക എന്നുള്ള ആശയമാണ്. അപ്പോൾ വചനത്തിൽ നിലനിൽക്കുവാനായിട്ട് കർത്താവ് അവരോട് ആവശ്യപ്പെട്ടു. ഇനി അവരെന്താ പ്രതികരിച്ചേ? അതിനോട് നോക്കുമ്പോൾ നമുക്കറിയാം ഇവരുടെ വിശ്വാസം കറക്റ്റ് ആണോ എന്ന്. അതൊന്ന് പോയിന്റ് വൈസായിട്ട് ഞാൻ അങ്ങ് പറയാം. 33-ാം വാക്യത്തിൽ വരുമ്പോൾ ഇവരോട് ആവശ്യപ്പെട്ടത്, നിങ്ങൾ വാസ്തവമായി എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വന്തരാക്കും. അതിലേക്ക് നമ്മൾ പിന്നീട് വരും. എന്നാൽ ഇവര് കർത്താവിനോട് സംസാരിക്കുന്ന വാക്കുകളിൽ നിന്ന് ഇവരുടെ വിശ്വാസം എന്തായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. 33-ാം വാക്യത്തിൽ അവർ പറയുന്നത് എന്താണ്? അവരവനോട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. കർത്താവ് 32-ാം വാക്യത്തെ പറയുമ്പോൾ നിങ്ങളെ സ്വതന്ത്രരാക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ അവര് പറഞ്ഞു, ഞങ്ങൾ ഓൾറെഡി സ്വതന്ത്രരാണ്,
ഞങ്ങൾ അടിമത്വത്തിൽ പോയിട്ടില്ല. ഏതാ ഈ അടിമത്വം? ഇവരെ പൊളിറ്റിക്കലായിട്ടുള്ള രാജ്യപരമായ രാഷ്ട്രപരമായ ഒരു അടിമത്വത്തെക്കുറിച്ചല്ല ഇവർ പറയുന്നത്. കാരണം ഇവർ മിസ്രൈമിലെ അടിമത്വത്തിലായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ പല ജാതികളുടെ അസീറിയൻസിന്റെയും ബാബിലോണിയൻസിന്റെയും ഒക്കെ അണ്ടറിൽ യഹൂദന്മാർ അടിമത്വത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ ഈ അടിമത്വം എന്നത് ആത്മീക അടിമത്വമാണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കർത്താവ് പറയുന്ന സ്വാതന്ത്ര്യം ആത്മീക സ്വാതന്ത്ര്യമാണെന്ന് ഇവർക്ക് മനസ്സിലായി. എങ്കിലും അവർ റിയാക്ട് ചെയ്യുന്നത് ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ ഒരിക്കലും അടിമത്വം എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി ഞങ്ങൾ ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു അടിമത്വവും ഇല്ല. അതാണ് അവരുടെ ഒന്നാമത്തെ ക്ലെയിം. 37 വാക്യത്തിലേക്ക് വരുമ്പോൾ 37ഉം 40ഉം വാക്യങ്ങളിൽ വരുമ്പോൾ അവിടെ 2 വാക്യങ്ങളിലും കർത്താവ് അവരുടെ ഹൃദയത്തെ നോക്കി പറയുന്നൊരു വിഷയമുണ്ട്. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എൻ്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായ്ക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. ഇവിടുത്തെ രണ്ടാമത്തെ ഏറ്റവും അവസാനത്തെ പ്രയോഗമാണ് എന്നെ കൊല്ലുവാൻ നോക്കുന്നു. ഇവരാരാ? കർത്താവിൽ വിശ്വസിച്ചവരാണ്. പക്ഷെ എന്ത് ചെയ്യുക? കർത്താവിനെ കൊല്ലുവാനായിട്ട് നോക്കുക. 40ആം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായി എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. ഇവർ കൊല്ലാൻ അവിടെ ചുറ്റിയും കുരിശൊന്നുമായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇവരുടെ മനസ്സിൽ ഇവർ വിശ്വസിക്കുന്നു എന്ന ഭാവം നടിച്ചിട്ട് ഇവര് ഉള്ളിൽ കണക്ക് കൂട്ടിയ വിഷയം ഇവനെ എങ്ങനെ കൊല്ലാമെന്ന് അത് കർത്താവ് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലുവാനായിട്ട് നോക്കുന്നു. അപ്പോൾ ഇവരുടെ വിശ്വാസം ശരിയായിരുന്നു. അപ്പൊ എന്നിട്ട് ആദ്യത്തെ വാക്യത്തിൽ അതിന്റെ 37ആം വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോൾ അവിടെ കർത്താവ് കൃത്യമായിട്ട് പറയും, എൻ്റെ വചനത്തിന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടമില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇവര് വചനം കേട്ടു. നമ്മൾ 21 മുതൽ 30 വരെ കർത്താവ് പറഞ്ഞ സുവിശേഷ സന്ദേശം, അതായത് ദൈവം മനുഷ്യന്റെ പാപാവസ്ഥ, യേശുക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാരത്തിലുള്ള വിശ്വാസത്താൽ രക്ഷ ലഭിക്കും എന്നുള്ള സുവിശേഷം ഇവർ കേട്ടിട്ട് ആത്മീക സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിൽ അത് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അവർ യേശുവിനെ കൊല്ലുവാനായിട്ട് നോക്കി. 42ആം വാക്യത്തിൽ വരുമ്പോൾ കർത്താവ് കാര്യങ്ങൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നു. 42ആം വാക്യം അവർ പറയുന്നു, 41ന്റെ അവസാനം ഞങ്ങൾ ജാരസന്തതികളല്ല എന്ന് പറഞ്ഞാൽ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, അത് ദൈവം തന്നെ എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അവരുടെ പിതാവല്ല എന്നതാണ് രണ്ടാമത്തെ. അപ്പൊ ഇവരെ വാസ്തവമായി രക്ഷിക്കപ്പെട്ടല്ലോ. ഇന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ നമ്മൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ സ്വർഗീയ പിതാവ് നമ്മുടെ ദൈവമായിട്ട് മാറുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവവചനം ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. അതാണ് ഇതിനകത്ത് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വിഷയം പറയുന്നത് 44ആം വാക്യത്തിൽ വരുമ്പോൾ, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ അവന്റെ ഇഷ്ടം ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അപ്പൊ കർത്താവ് കൃത്യമായിട്ട് പറയുക, നിങ്ങൾ ഈ പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്നുവെങ്കിലും നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ല. 48ആം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, നിനക്കൊരു ഭൂതമുണ്ട്. 59ആം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, 59ആം വാക്യത്തിൽ ഏറ്റവും ലാസ്റ്റ് വാക്യത്തിൽ പറയുമ്പോൾ, അപ്പോൾ അവനെ എറിവാൻ കല്ലെടുത്തു, യേശുവോ മറഞ്ഞ ദേവാലയം വിട്ട് ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റമായി. എന്താ കാരണം? ഇവര് വിശ്വസിക്കുന്നു എന്നുള്ള ഭാവം നടിച്ചപ്പോൾ കർത്താവ് കൃത്യമായിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു, നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഉപരിപ്ലവമായ വിശ്വാസം നമ്മളെ രക്ഷയിലേക്ക് നയിക്കുന്നില്ല. അതാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ച വിഷയം. 8-ാം അധ്യായം അതിന്റെ 30ആം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ, അതിന്റെ തുടർന്നുള്ള വാക്യങ്ങളിലാണ് ആ വിഷയം വ്യക്തമായത്. ബാഹ്യമായിരിക്കുന്ന അല്ലെങ്കിൽ വൈകാരികമായിരിക്കുന്ന വിശ്വാസം എന്ന് ഞാൻ അതിനെ പറയാം. പലപ്പോഴും നമ്മൾ ഇമോഷണലി ആണ് യേശു കർത്താവിനെ ജനങ്ങളെ പേടിപ്പിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നൊരു പരിപാടി. ഇതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ, ഞാനത് കുറ്റപ്പെടുത്താനായിട്ട് പറഞ്ഞതല്ല. ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ വേണ്ടത് ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും. ഇതാണ് പരിശുദ്ധാത്മ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. സുവിശേഷത്തിന്റെ കാതലായ സന്ദേശം ഇന്ന് വ്യതിചലിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് ഇന്ന് പലരും ക്രിസ്ത്യാനി എന്ന് തെറ്റിദ്ധരിച്ച് അവര് നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. ഈ പരീശന്മാരെ പോലെ ഇവരുടെ വിഷയം എന്താ? ഞങ്ങൾക്ക് അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, ഞങ്ങൾക്ക് അനുസരിക്കുന്നുണ്ട്, കൃത്യമായിട്ട് ദശാംശം കൊടുക്കുന്നു, ഇതുകൊണ്ടൊക്കെ ഞങ്ങളങ്ങ് സ്വർഗത്തിൽ പോകുന്ന അവരങ്ങ് വിചാരിച്ചു വെച്ചിരിക്കുക. പക്ഷെ അവരുടെ ഹൃദയത്തിൽ ദൈവം ഒരു വിഷയമല്ല എന്നൊരു സ്ഥിതി വന്നിട്ടുണ്ട്. അങ്ങനെ ഉപരിപ്ലവമായിരിക്കുന്ന വിശ്വാസം ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കില്ല എന്ന് കർത്താവ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ യോഹന്നാൻ ഇവിടെ കർത്താവിൽ അവർ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന് കാരണം എന്താ? അത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്, യോഹന്നാന് തെറ്റുപറ്റിയതല്ല,
ദൈവാത്മാവ് യോഹന്നാനെ കൊണ്ട് അത് കൃത്യമായിട്ട് എഴുതിച്ചതാണ്. എന്ത്? ഉപരിപ്ലവമായ ബാഹ്യമായ ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ഭാവം ഒരിക്കലും ഒരു വ്യക്തിയെ കർത്താവ് പോയ സ്ഥലത്തേക്ക്, അതായത് സ്വർഗത്തിലേക്ക് ആനയിക്കത്തില്ല. റിയൽ ആയിട്ടുള്ള വിശ്വാസം വേണം. ഈ എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറ്റം നിങ്ങളെ കുറിച്ച് പറയുവാനായിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി പ്രസംഗം കേൾക്കുന്നത്. ഇത് നമ്മൾ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ, നമ്മളുടെ ആദ്യ വിശ്വാസം നമ്മൾ മരിക്കുന്നത് വരെയും, അല്ലെ കർത്താവ് നമ്മളെ ചേർക്കുന്നത് വരെയും മുറുകെ പിടിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ യാത്രയിൽ ട്രാക്ക് തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം അത് പതനത്തിലേക്ക് പോകും. അതാണ് കർത്താവ് ഇവിടെ കാണിച്ചു തരുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയം. ഉപരിപ്ലവമായ ബാഹ്യമായ ഒരു വികാരത്തിന്റെ പുറത്തുണ്ടാകുന്ന വിശ്വാസം, വികാരത്തിന്റെ പുറത്തായിരിക്കരുത് വിശ്വാസം. വസ്തുതകൾ മനസ്സിലാക്കി വേണം വിശ്വസിക്കുവാനായിട്ട്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ശരിയായ അവബോധം മനുഷ്യൻ ഇല്ലാതെ വരുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? വൈകാരികമായിട്ട് വിഷയം സംസാരിക്കും. നമ്മൾ കുഞ്ഞുങ്ങളോട് സുവിശേഷം പറയുമ്പോൾ സൺഡേ സ്കൂളൊക്കെ പഠിപ്പിക്കുന്നവരോട് പ്രത്യേകം പറയാനായിട്ടുള്ള വിഷയം, സ്വർഗത്തിൽ പോകണമെങ്കിൽ കൈ പൊക്കിക്കോ, ഇങ്ങനെ പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിനെയും നരകത്തിലോട്ട് വിടുന്നു. സ്വർഗത്തിൽ പോകാൻ ഇങ്ങനെ അല്ല ചെയ്യണം എന്നല്ല കുഞ്ഞുങ്ങളോട് പറയുന്നത്. കുഞ്ഞുങ്ങളോട് ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവം ആരെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് അവർ വളർന്നു വരുന്നതനുസരിച്ച് മുതിർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ, നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ, അവർ വളർന്നു വരുന്നതിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ അവർ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാനും പ്രായമാകുമ്പോൾ, നമുക്കത് ബോധ്യമാകുമ്പോൾ, അവർക്ക് ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും മനുഷ്യന്റെ പാപാവസ്ഥയെക്കുറിച്ചും ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും യേശുക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണത്തെക്കുറിച്ചും കൃത്യമായ നിലയിൽ അവരോട് പറയുവാനായിട്ട് ഇടയാം. അല്ലാതെ നമ്മളൊരു 10 പേരെ കൈപൊക്കി സ്വർഗത്തിൽ കൊണ്ടുവരുന്ന ലിസ്റ്റ് എടുത്താൽ അത് ഇവിടെ ക്രെഡിറ്റ് ആണ്, അവിടെ ചെല്ലുമ്പോൾ ഡെബിറ്റ് ആയിട്ട് മാറും. അപ്പോൾ കർത്താവ് ഈ പരീശന്മാരോട് കൃത്യമായിട്ട് സംസാരിക്കാനായിട്ടുള്ള കാരണം എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വിശ്വാസം ഓക്കെ, പക്ഷെ അത് ഉപരിപ്ലവമാണ്, ബാഹ്യമാണ്. നിങ്ങൾ എന്നെ കാണിക്കാൻ വേണ്ടി ഒരു വിശ്വാസഭാവം നിങ്ങളുടെ മുഖത്ത് വന്നിട്ടുണ്ട്, പക്ഷെ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ അല്പം പോലും ക്രിയ ചെയ്തിട്ടില്ല. അത് കർത്താവ് കൃത്യമായിട്ട് പറയുക. രണ്ടാമത്തെ പോയിന്റ്, അതിനകത്ത് സബ് പോയിന്റ് ആയിട്ട് കാണുന്ന ഒരു വിഷയം, ഈ ഉപരിപ്ലവമായ വിശ്വാസത്തില് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ പാപാവസ്ഥ അവർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല. ഉപരിപ്ലവമായ വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് പെട്ടെന്നൊരു പോയിന്റ് അങ്ങ് മിസ്സായി പോയി. അത് കറക്റ്റ് പറഞ്ഞാലേ ശരിയായുള്ളൂ. ഉപരിപ്ലവമായ വിശ്വാസത്താൽ നമുക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയത്തില്ല. ഉപരിപ്ലവമായ വിശ്വാസത്തിന്റെ പ്രശ്നം പാപത്തിനോടുള്ള അടിമത്വം തിരിച്ചറിയുവാനായിട്ട് ഈ പ്രൊഫസ്ഡ് അല്ലെങ്കിൽ പ്രൊപ്പോസ്ഡ് ഫെയ്ത്ത് അല്ലെങ്കിൽ ബാഹ്യമായിരിക്കുന്ന ഉപരിപ്ലവമായിരിക്കുന്ന വിശ്വാസം ഉപകാരപ്പെടത്തില്ല. അല്ലെങ്കിൽ പാപത്തോടുള്ള അടിമത്വം തിരിച്ചറിയുന്നതിന് അത് അപ്രാപ്യമാണ്. 32-ാം വാക്യം, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്ന പ്രതികരണമാണ് അതിന്റെ ആ ശരിയായ ആശയം, ഞങ്ങൾ ആർക്കും അടിമകളായിട്ടിരുന്നിട്ടില്ല. അപ്പൊ കർത്താവ് പറഞ്ഞ വിഷയം എന്താ? എന്റെ സത്യം നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. അപ്പൊ അവർ പറയുന്നത് ഞങ്ങൾക്ക് സത്യം അറിയേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഞങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ പാപത്തെക്കുറിച്ച് യാതൊരു ബോധ്യവും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ പോയിന്റ്, ഉപരിപ്ലവമായ വിശ്വാസം ദൈവത്തിലുള്ള ആശ്രയത്തെക്കാൾ സ്വയനീതിയിൽ ആശ്രയിക്കുന്നു. ഒന്നാമത്തെ വിഷയം പാപത്തിന്റെ അടിമത്വം മനസ്സിലാകത്തില്ല. രണ്ടാമത്തെ വിഷയം ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വയനീതിയിൽ ആശ്രയിക്കുവാനായിട്ട് ഈ ഉപരിപ്ലവമായ വിശ്വാസം നമ്മളെ പ്രേരിപ്പിക്കും. ഇതാണ് ഇതിന്റെ അപകടം എന്ന് പറയുന്നത്. 3-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 9-ാം വാക്യത്തില് യോഹന്നാൻ സ്നാപകൻ ഇതേ വിഷയം അവരോട് പറയുന്നു. നമ്മൾ അതിന്റെ 33-ാം വാക്യത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്നുള്ള വിഷയം. 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ റെഫറൻസിന്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അവിടെ യോഹന്നാൻ സ്നാപകൻ അവരോട് പറയുന്ന വിഷയം, നിങ്ങൾ അബ്രഹാമിന്റെ മക്കൾ എന്ന് പറയുവാനായിട്ട് തുനിയരുത് എന്നൊരു വാക്യം ഉണ്ട്. അതാണ് റെഫറൻസ് എഴുതി തെറ്റിപ്പോയത്. അടുത്ത ആഴ്ച കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ പറയുന്ന വിഷയം, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് ഞങ്ങൾ ദൈവരാജ്യത്തിന് അവകാശി എന്നൊരു തെറ്റിദ്ധാരണ, ഒരു ചിന്ത അവരുടെ ഹൃദയത്തിലുണ്ട്. അതൊരു സ്വയനീതീകരണമാണ്. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതിയായിട്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു ബ്രദറൻ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും എന്നൊരു ചിന്ത. ഏറ്റവും സിമ്പിളായിട്ട് ഞാനങ്ങ് പറയാം. അങ്ങനെ നമ്മളാരും ചിന്തിക്കുന്നില്ല. പൊതുവെ നമ്മളൊക്കെ സുവിശേഷം പറയുന്നത്. എന്നാൽ അത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ്, ഞാൻ ബ്രദറൻ കുടുംബത്തിൽ, ഞാൻ വിശ്വാസ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും. ഇത് സ്വയം നീതീകരണമാണ്.
ഇതാണ് പ്രശ്നം. ഉപരിപ്ലവമായ വിശ്വാസത്തിൽ ദൈവവചനത്തെയും പാപബോധത്തെയും കുറിച്ച് മനസ്സിലാക്കാതെ നമ്മൾ ഈ പാപത്തിന്റെ അടിമത്വം ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ഇപ്പൊ ഈ കർത്താവ് ഇവരോട് പറയുന്നത് സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ കർത്താവ് പറഞ്ഞ സത്യം എന്താ? എന്റെ വചനത്തിൽ നിലനിൽക്കുക. ഈ എന്റെ വചനം എന്ന് പറയുന്നത് രണ്ട് തലമുണ്ട്. ഒന്ന് കർത്താവ് അപ്പോൾ അവരോട് പറഞ്ഞ വചനവും ന്യായപ്രമാണവും, ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സമ്പൂർണ്ണ തിരുവെഴുത്തും. ഈ തിരുവെഴുത്തിലൂടെ ദൈവവചനത്തിലൂടെ നമ്മൾ നിലനിൽക്കുമ്പോൾ എന്ന് പറയാം, അതിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ, ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ എബൈഡ് ഇൻ മൈ വേർഡ്, കണ്ടിന്യൂ ഇൻ മൈ വേർഡ് എന്നുള്ള ആശയം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിലൂടെ നമ്മൾ തുടർമാനമായി സഞ്ചരിക്കുമ്പോഴാണ് സത്യം നമ്മൾക്ക് ബോധ്യപ്പെടുത്തുന്നത്. എന്നാൽ ഇവരെന്താ പറയുന്നത്? ഈ സത്യം പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും. അപ്പോൾ യഹൂദന്മാരെന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ്, ഞങ്ങൾക്ക് ഈ വചനത്തിനൊന്നും ആവശ്യമില്ല. ഇതാണ് നമ്മുടെയും പ്രശ്നം. ദൈവവചനമൊക്കെ ഞങ്ങൾക്കും അറിയാം, അതുകൊണ്ട് അധികം പഠിത്തത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും, നിങ്ങളെ ഉദ്ദേശിച്ചാൽ, കാരണം നമ്മളെല്ലാവരും ഒരുമിച്ച് വചനം പഠിക്കാൻ വന്നിരിക്കുക. എന്നാൽ വിശ്വാസികൾക്ക് പൊതുവെ ഈ വചന പഠനത്തോട് താല്പര്യം കുറഞ്ഞ് ബാഹ്യമായ പ്രവൃത്തികളുടെ പിന്നാലെ പോകുന്ന ഒരു കാലത്താണ് നമ്മളായിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ യുവ ജനങ്ങളൊക്കെ, അവർക്ക് ആത്മീക വചന പഠനങ്ങളോടൊക്കെ താല്പര്യം കുറഞ്ഞു വരാനായിട്ടുള്ള കാരണം ഒരു വശത്ത് ഇതൊരു ഘടകമാണ് എന്ന് പറഞ്ഞാൽ, അവർ വിശ്വാസ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് സൺഡേ സ്കൂൾ തൊട്ട് ഇങ്ങോട്ട് കാര്യങ്ങൾ പഠിക്കുന്നത് ഞങ്ങൾക്കൊക്കെ അറിയാമെന്നൊരു ചിന്തയാണ്. പക്ഷെ ദൈവം അല്ലെ കർത്താവ് ഇവിടെ പറയുന്ന വിഷയം, യു അബൈഡ് ഇൻ മൈ വേർഡ്, ദൈവവചനത്തിൽ കണ്ടിന്യൂ ചെയ്യണം, തുടർമാനമായി ജീവിക്കണം എന്നുള്ള പ്രബോധനം തരുന്നു. ബാക്കി വിഷയങ്ങൾ കർത്താവ് അനുവദിച്ചാൽ ഇനി 3-4 പോയിന്റ് കൂടെ ഉണ്ട്. അടുത്ത വാക്യങ്ങൾ കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ വിഷയം ചിന്തിക്കാം. ഇതിനകത്ത് കൺക്ലൂഷൻ ആയിട്ട് പറയാനായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുന്ന ഈ 3 കാര്യങ്ങൾ, സുവിശേഷം എന്നതിൻ്റെ ആ തലങ്ങളെയെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും വിശകലനം ചെയ്യണം. ദൈവം ആരാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? 2, നമ്മുടെ പാപാവസ്ഥയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. പാപാവസ്ഥ എന്ന് ഞാൻ പറയുന്നത് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ബന്ധത്തിൽ നമ്മൾ പാപത്തിൽ, അതിക്രമങ്ങളിലും പാപത്തിലും മരിച്ചു എന്നുള്ള അവസ്ഥയാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ വരുന്നത് കൊണ്ട് യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, നമ്മളിൽ പാപം ഇല്ല എന്ന് പറയുന്നുവെങ്കിൽ നാം ദൈവത്തെ അസത്യവാദിയാക്കുന്നു. അപ്പൊ രണ്ടാമത്തെ വിഷയം ഈ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുക. രക്ഷിക്കപ്പെടുക, രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുക, രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തുക. അതാണ് രക്ഷയുടെ 3 തലങ്ങൾ. ഈ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കണമെങ്കിൽ ഈ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾസ് നമുക്ക് ഉണ്ടാകണം. 1, ദൈവമാരാണെന്നുള്ള പൂർണ്ണ ബോധ്യം എന്നും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. 2, നമ്മുടെ പാപത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. 3, നമ്മുടെ പാപത്തെ ഏറ്റുപറയുന്ന ദൈവവചന, യേശു ക്രിസ്തു ആരാണ്, യേശു ക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള വിഷയം, യേശു കർത്താവ് ഉയർത്തപ്പെട്ടു എന്നുള്ള വിഷയം. അത് രക്ഷിക്കപ്പെടുന്ന ആ സമയത്തേക്ക് മാത്രം പോരാ, ഞായറാഴ്ച രാവിലെ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ സദാസമയവും ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം, എൻ്റെ പാപം നിമിത്തം യേശു കർത്താവ് ഉയർത്തപ്പെട്ടു, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, പുനരുദ്ധാനം ചെയ്തു, ഉൽപ്രാവണം ചെയ്തു. ആ തേജസ്കരണത്തിന്റെ അനുഭവത്തിലേക്ക് പോയതുകൊണ്ട് എൻ്റെ പാപത്തിന് പരിഹാരം വന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസ്തയോടെ ആ തേജസ്കരണത്തിന് വേണ്ടി കാത്തിരിക്കും എന്നുള്ള ഒരു ആഗ്രഹം. ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ കർത്താവ് പറഞ്ഞു 29-ാം വാക്യത്തിൽ, ഞാൻ എല്ലായ്പ്പോഴും പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. നമ്മുടെ കർത്താവിന് പ്രസാദമുള്ള നിലയിൽ ജീവിക്കുവാനായിട്ട് നമുക്കതൊരു പിൻബലമാകും. ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.